മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട വൈകിട്ട് തുറക്കും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരും ഇന്ന് ചുമതലയേൽക്കും. പ്രതിദിന ഓൺലൈനിലൂടെ 70,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി 20,000 പേർക്കും പ്രവേശനം. തിരുവനന്തപുരത്ത് BJP സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് RSS പ്രവർത്തകൻ ജീവൻ ഒടുക്കിയതിൽ വിശദ അന്വേഷണത്തിന് പോലീസ്. ആനന്ദ് തമ്പിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നവരുടെ മൊഴിയെടുക്കും. ആത്മഹത്യയ്ക്ക് സമ്മർദ്ദമുണ്ടോ എന്നും പരിശോധിക്കും. ആനന്ദ് തമ്പിയുടെ സംസ്കാരം ഇന്ന്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതം. അൽ-ഫലാഹ് സർവകലാശാലയിലെ കൂടുതൽ ഡോക്ടർമാരിലേക്ക് അന്വേഷണം. സ്ഫോടനത്തിന് ഉപയോഗിച്ചത് 2 കിലോയോളം സ്ഫോടക വസ്തു. ജമ്മു കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ ധനസഹായം. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി NDA. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നടക്കും. പാട്നയിലെത്താൻ NDA MLA-മാർക്ക് നിർദ്ദേശം. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും. കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായുള്ള ദേവരഥ സംഗമം ഇന്ന് വൈകിട്ട് ദേവരഥങ്ങൾ തേരുമുട്ടിൽ സംഗമിക്കും. മനോഹര കാഴ്ച കാത്ത 10,000.